അങ്ങനെ വൈകുന്നേരം ഈ കാണുന്ന റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് സൂക്കിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ബാബ് അൽ ബഹ്റൈന്റെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന 1949 ബ്രിട്ടീഷ് നിർമ്മിതിയിൽ രൂപം കൊണ്ട ഒരു കവാടമാണ് ബാബ് അൽ ബഹ്റൈൻ. ഈ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് പഴയ കാലത്തെ ഓർമ്മപ്പെടുന്ന രീതിയിലുള്ള ധാരാളം ഫോട്ടോസ് നമുക്കിവിടെ കാണാം. ഇതിന്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് കുറച്ച് പെയിന്റിംഗ് വർക്കുകൾ നമുക്കിവിടെ ഇവിടെ തന്നെയാണ് മനാമ പോലീസ് സ്റ്റേഷനും ഉള്ളത്. ഈ കാണുന്നതാണ് ബഹ്റൈനിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നായ മനാമ സൂക്ക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഇതാണ്. ഈ കാണുന്നതും ഈ സ്ഥലവും എല്ലാം നമ്മളെല്ലാവരും ഒരുപാട് റീൽസ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ധാരാളം ആൾക്കാരാണ് ഇതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ പകർത്തുന്നത്. സൈഡിലായിട്ടുള്ള കടകളിൽ നമുക്ക് ഇങ്ങനെയുള്ള ലൈറ്റുകളും വുഡൻ കാർപ്പറ്റുകളും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകൾ കാണാം. നമുക്ക് ടൂറിസ്റ്റുകളെ എല്ലാം ഒരുപാട് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളും. ഇതുപോലുള്ള ധാരാളം ഷോപ്പുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഗോൾഡ് സൂക്കിലേക്കാണ്. പെരുന്നാളായതുകൊണ്ട് തന്നെ ഗോൾഡ് സൂക്ക് ഓപ്പൺ അല്ലായിരുന്നു. ഗോൾഡ് സൂക്കിന്റെ അടുത്തായിട്ടാണ് ഒരുപാട് ജ്വല്ലറി. നമുക്ക് വീഡിയോയും ഫോട്ടോയും ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ഷൂട്ട് ചെയ്തിട്ട് ശരിക്കും ഈ സൂക്കിലെ കാഴ്ചകൾ ഒരു ഷോർട്സ് വീഡിയോയിൽ ഒതുങ്ങുന്ന. പെരുന്നാളായതുകൊണ്ട് തന്നെ 75% കടകളും ക്ലോസ്ഡ് ആയി. ഇവിടെയുള്ള ഒട്ടനവധി ഷോപ്സുകളും മലയാളീസാണ് നടത്തുന്നത്. അതിൽ കൂടുതലും കോഴിക്കോടുള്ള. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഇവിടെ മിക്ക ഷോപ്പുകളും അവധിയായതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയകളിലോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റും. ശരിക്കും ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ലെന്നാണ് പറയുന്നത്. നാട്ടിലേക്ക് പോകാൻ പെട്ടി കിട്ടുന്ന പ്രവാസികളിൽ ഭൂരിഭാഗം പേരും ഇവിടെ നിന്നാണ് അവശ്യ സാധനങ്ങൾ വാങ്ങുന്നത്. അതിന് കാരണം ഇവിടുത്തെ വിലയാണ്. അത്യാവശ്യം അഫോർഡബിൾ റേറ്റിനാണ് ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മനാമ സൂക്കിൽ പോയിട്ടുള്ളത് തീർച്ചയായും കമൻറ്റ് ചെയ്യണേ.